ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു ഫെങ് ഷുയി. ലേഡീസ് അവറിന്റെ പ്രേക്ഷകർക്ക് ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഫെങ് ഷുയിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി നമ്മളോടൊപ്പമുള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിരുന്നത് കുബേര ക്ഷേത്രത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും ഒരു ചോദ്യം വരുന്നത്. എന്താണ് ഈ കുബേര ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പലവിധ അസുഖങ്ങളുള്ളവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു ചികിത്സാ രീതി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. അതിനകത്ത് നമുക്ക് സുജോക്ക് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ മെഡിസിനൊന്നും കൊടുക്കാതെ, ഓൾട്ടർനേറ്റീവ് മെഡിസിനാണ്, മെഡിസിനൊന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ, ഈ സുജോക്ക് എന്ന് വെച്ചാൽ ഒരു കൊറിയൻ വേർഡാണ്, കൈയും കാലും എന്നേ അർത്ഥമുള്ളൂ. നമുക്ക് എന്ത് അസുഖം വേണമെങ്കിലും നമുക്കതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം മാത്രമല്ല വിശ്വാസപൂർവ്വം ചെയ്യണം. നമുക്ക് എന്ത് പെയിൻ, എന്തെങ്കിലും വേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അതൊരു വിതിൻ 22 seconds അത് മാറിക്കിട്ടും. അത് വിത്ത് ക്ലിയർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് പോയിന്റിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ പ്രഷർ കൊടുക്കുമ്പോൾ ആ എന്ത് പെയിനാണെങ്കിലും നമുക്കത് മാറും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രവുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് അത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും അല്ല അത് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ വരുന്നവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അത് മാറ്റി കൊടുക്കുന്നു. അതായത് ഈ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തലവേദന പോലെയുള്ള തലവേദന, കൈവേദന, നടുവേദന, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, എന്താ പറയുക, എന്ത് അസുഖമാണെങ്കിലും നമുക്ക് അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ്. കാരണം ചില ആൾക്കാർക്ക് ഈ എന്താ പറയുക വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഷുഗറിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ത് കാര്യവും നമുക്ക് ചെയ്യുമ്പോൾ അതിന് ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ. നമ്മളതിനെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റം ഉണ്ടാവും. ഒത്തിരി ആൾക്കാർക്ക്, ഇപ്പം ഇതിന് പുറമേ ഒത്തിരി ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെവി കേട്ടുകൂടാത്ത ഒരാളാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരാളുണ്ടായിരുന്നു. 2 ചെവിയും കേട്ടുകൂടാ. നേരത്തെ കേൾവി ഉണ്ടായിരുന്ന ആളാണ്. എന്തോ ആറ്റിലൂടെ പോയി കുളിച്ചതിന് ശേഷമാണ് അതൊരു പ്രോബ്ലം, 2 ചെവിയുടെയും കേൾവി നഷ്ടപ്പെട്ടു. അപ്പം ആ ആളാണ് ഞങ്ങളുടെ ഇപ്പം അവിടെ പരികർമ്മിയായിട്ട്, മീൻസ് പുറത്തുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് പൂവൊക്കെ എടുത്ത് തരിക ചെയ്യുന്നത്. പുള്ളിക്ക് കേൾവി കുറേശ്ശെ തിരിച്ച് കിട്ടി തുടങ്ങി. ഞാൻ 3-4 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ ഉള്ളൂ. അതിനകത്ത് മെഡിസിനൊന്നും അവർ കഴിക്കാനൊന്നും കൊടുക്കുന്നില്ല. അതിനകത്ത് സീഡ് തെറാപ്പി എന്ന് പറയും. നമ്മൾ ഈ വിത്തുകളുണ്ടല്ലോ, പയർ, കുരുമുളക്, ഇങ്ങനെയുള്ള സീഡുകൾ വെച്ചുകൊണ്ട് നമ്മൾ വിത്ത് കറസ്പോണ്ടിങ് പോയിൻറ്റിൽ സീഡ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അവർ ഇത് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഗുരുവിന്, ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ വിപിൻ കേശവൻ, അദ്ദേഹമാണ് ഈ ട്രീറ്റ്മെൻറ്റും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം പലപ്പോഴും പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്, എന്നെ ആവശ്യമില്ലല്ലോ, അല്ല നിങ്ങൾക്കത് ഉപയോഗം വരും, നിങ്ങൾക്കതിന് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വം വിളിച്ചു. പക്ഷേ എനിക്ക് വളരെ നല്ലൊരു എന്താ പറയുക, പല വീടുകളിലും ചെല്ലുമ്പോൾ നമ്മൾ ഫെങ് ഷുയിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ പല അസുഖങ്ങളും കാണാറുണ്ട്. അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് മാറ്റിക്കൊടുക്കുവാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് മാറ്റിക്കൊടുക്കുമ്പം അവരുടെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല. കാരണം ആ മാറ്റുന്ന സമയത്ത് അവരുടെ ഒരു എക്സ്പ്രഷനുണ്ട്. എന്താ പറയുക, ഞങ്ങളിതിന് സ്മൈൽ തെറാപ്പി, അവരുടെ ഉള്ളുകൊണ്ടുള്ളൊരു ചിരിയുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എൻ്റെ പ്രശ്നം മാറിയല്ലോ എന്നുള്ള രീതിയിൽ ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ചിരി, അത് ഏറ്റവും നല്ലൊരു സുജോക്ക് എന്ന് പറയുമ്പോൾ സ്മൈൽ തെറാപ്പി എന്നാണ് നമ്മളതിനകത്ത് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പല കുട്ടികളെയൊക്കെ കൊണ്ടുവരാറുണ്ട്, തലവേദന അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാറുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞു, നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കോഴ്സ് ഫിനിഷ് ചെയ്യണം. ഇതിൽ സ്റ്റാർട്ടിങ് ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടും പിന്നെ 21 പ്രാവശ്യം, അത് എപ്പോഴും ആവാം, ഒരാഴ്ചയിലൊരിക്കുകയോ മാസത്തിലൊരിക്കുകയോ, അങ്ങനെ 21 പ്രാവശ്യം അവർക്ക് ചെയ്യണം. 2 മാസത്തിലൊരിക്കുകയായിരുന്നാലും 21 ടൈം ചെല്ലുമ്പോൾ എന്താണോ അസുഖം അത് വേരോടെ പൊഴുതു മാറ്റാനുള്ള ഇത് അതിനകത്തുണ്ട്. വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണോ ഇത്? എല്ലാ ചികിത്സയും വിശ്വാസമാണ്. കാരണം ഉദാഹരണം, അങ്ങനെയല്ല, എല്ലാ ചികിത്സയും വിശ്വാസമാണ്. കാരണം പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ മെഡിസിൻ നമ്മൾ വിശ്വാസത്തോടു കൂടി കഴിക്കുക. ഞാനൊരു ഉദാഹരണം, നമുക്കിപ്പോൾ ഒരു പനി വന്നു, ഓക്കെ,
പനി വന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ പാരസെറ്റമോൾ തരും, അത് നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് ചെന്നാലും തരുന്നത് സെയിമാണ്, അല്ലയോ? പക്ഷേ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ അസുഖം പെട്ടെന്ന് മാറുന്നു. എന്തുകൊണ്ടാണ്? ഒരു കോൺഫിഡൻസ്, അല്ലേ? ഞാൻ സ്വന്തമായിട്ടല്ല വാങ്ങിയത്, ഞാനൊരു ഡോക്ടറെ സമീപിച്ചിട്ടാണ് വാങ്ങിച്ചത്, അപ്പോൾ അത് കഴിച്ചാൽ എൻ്റെ അസുഖം മാറും എന്നുള്ളൊരു ആത്മവിശ്വാസം, അതല്ലേ അസുഖം മാറ്റുന്നത്? ആണല്ലോ. പാരസെറ്റമോൾ കഴിക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കഴിക്കുന്നത് അവിടെ നിന്ന് കഴിക്കുന്ന ഒരേ എഫക്റ്റല്ലേ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അർപ്പണ മനോഭാവത്തോടു കൂടി ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിന് സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറും, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതോടെ എനിക്ക് സോൾവ് ആവും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി. മറ്റേതുണ്ട്, ചിലപ്പോൾ നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറുമോ ഇല്ലയോ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പം വീട് വന്ന് നോക്കാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല, കല്യാണം നടക്കുമോ ഇല്ലയോ. ഈ ഒരു ഡബിൾ മൈൻഡ് പാടില്ല. ഈ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിക്കേണ്ട രീതി അങ്ങനെ അല്ല. എൻ്റെ മകളുടെ വിവാഹം നടക്കുവാൻ അങ്ങ് എന്നെ സഹായിക്കണം, അതിന് സഹായിക്കുന്നതിന് വളരെ നന്ദി, അല്ലെങ്കിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി. ഈ രീതിയിൽ എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ സഹായിക്കണേ ഭഗവാനെ, ആ പ്രാർത്ഥന ഇവിടെ ഇല്ല. ഭഗവാൻ ബ്രോക്കറല്ല, മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു രീതി എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് ക്ലാസ്സിനൊക്കെ ഇതിനകത്ത് വരാറുണ്ട്. ഏത് കാര്യവും നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുവാൻ പ്രകൃതി പോലും നമുക്ക് സൂട്ടബിളാവും. അപ്പോൾ എനിക്കതിന് കഴിയും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഒരു അസുഖം നമുക്ക് ഓൾറെഡി വന്നു, എനിക്കങ്ങനെ അസുഖം ഇല്ല എന്ന് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖം നമുക്കുണ്ടാകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതേപോലത്തെ ഈ ട്രീറ്റ്മെൻറ്റിലൂടെയും ഈ അർപ്പണ മനോഭാവം വേണം എന്ന് പറയാൻ കാരണം, ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ 110% അസുഖം മാറും. പക്ഷെ അസുഖം മാറിക്കഴിയുമ്പോൾ ഇത് കയ്യിലൊക്കെ 2 കുത്തിയപ്പോൾ എൻ്റെ അസുഖം എങ്ങനെ മാറി, ഞാൻ ഇത്രയും വലിയ ഡോക്ടറെ കണ്ട് ഇത്രയും മെഡിസിൻ കഴിച്ച് വർഷങ്ങളോളം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇതുവരെ മാറാത്തൊരു അസുഖം ഈ 2 കുത്തിലാണ് മാറുന്നത്. ഇങ്ങനെ കഴിക്കുന്ന അസുഖം മാറും? ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏത് കാര്യവും അർപ്പണ മനോഭാവം വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയും കൂടെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലൂടെ അവിടെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ മതവിഭാഗക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് വിശ്വാസമുള്ളവരെല്ലാവർക്കും അവിടെ വരാം. എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് പഠിപ്പിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനൊരു വേദിയായിട്ടും അത് നമ്മൾ ചെയ്യുന്നുണ്ട്. 3 ദിവസമാണോ നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് വേണോ? സ്റ്റേ പോയി വരാം. ഇതിനെനിക്ക് എന്താ പറയുക, ഒരു കൂടിയാൽ 5-10 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മൾ മെഡിസിൻ ഒന്നും ഉള്ളിൽ കൊടുക്കുന്നില്ല, അല്ലെ വേറെ ഒന്നുമില്ല, ശരീരത്തിൽ സിറിഞ്ചോ കാര്യങ്ങളോ വയ്ക്കുന്നില്ല, നീഡിൽ കൊടുക്കും. അക്യുപഞ്ചറൊക്കെ ഉണ്ട്, അത് നീഡിൽ ഒക്കെ ഇട്ടാണ്. അങ്ങനെ നീഡിലൊന്നും നമ്മുടെ ഇതിനകത്തില്ല, നീഡിലൊന്നും ഇടാൻ പാടില്ല. ഒരാളെ ശരീരത്തിൽ നോവിക്കാത്ത രീതിയിൽ അവരുടെ പ്രോബ്ലം എന്താണെന്ന് നോക്കിയതിന് ശേഷം കറസ്പോണ്ടിങ് പോയിൻറ്റിൽ കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ ചിലയിടത്തൊക്കെ ഈ പഞ്ചിങ് പോലും ഇല്ല, കളറായിരിക്കും. ഇപ്പം ഗ്രീൻ, ബ്ലൂ, റെഡ് ഇങ്ങനെയുള്ള കളർ കിട്ടുമല്ലോ, മാർക്കർ കിട്ടുമല്ലോ. ഈ മാർക്കർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പെയിൻ മാറും. ഈവൻ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, ഒരാൾക്ക് ഉറക്കമില്ല. അപ്പം ആ ഹെഡിൻ്റെ കറസ്പോണ്ടിങ് പോയിൻറ്റിൽ ഗ്രീൻ ഇങ്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു മിറാക്കിൾ പോലെയാണ്. വളരെ പലതും അത്ഭുതങ്ങളാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. പല ആൾക്കാരും തളർന്ന് കിടന്നിട്ട്, എൻ്റെ ഗുരു പറഞ്ഞല്ലോ ഡോക്ടർ വിപിൻ കേശവൻ, തളർന്ന് കിടന്ന ആൾക്കാരെ വരെ എണീപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം വലിയ എന്നിട്ട് ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. നമ്മുടെ കൂടെ പഠിച്ചൊരാൾക്ക് കയ്യിലൊരു ചെറിയൊരു മുഴ വർഷങ്ങൾ കൊണ്ട് ഇരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ജസ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റിൽ പഞ്ച് ചെയ്തിട്ട് ഇരിക്കുകയാണ്. നാളെ ഒന്നും കൂടെ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ ആ സാധനം കാണാനില്ല. 22 seconds നമുക്കതിന് മാറ്റം കിട്ടുമെന്നാണ് പറയുന്നത്. പെയിൻ, എന്തെങ്കിലും ഒരു ശരീരത്തിലൊരു വേദനയുള്ള ഭാഗം നമുക്ക് അതിന് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകും. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, വാസ്തുവിനെക്കുറിച്ച് അറിയുവാനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് വിളിക്കുക. അല്ല ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ വന്നാൽ കണ്ട് കാര്യങ്ങൾ പരിഹരിച്ചു തരാം. നമസ്കാരം.